നമസ്തേ. കർക്കിടക മാസത്തിലെ കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി ദിവസത്തിൽ പിതൃക്കൾക്കായി അർപ്പിക്കുന്ന തർപ്പണമാണ് കർക്കിടക വാവുബലി. ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസി. സൂര്യൻ വടക്ക് നിന്ന് തെക്കോട്ട് നീങ്ങുന്ന സമയമാണ് ദക്ഷിണായനം. ഹൈന്ദവ സങ്കല്പത്തിൽ ദക്ഷിണായനം എന്നത് പിതൃക്കളുടെ സമയമാണ്, പിതൃയാനം. ദക്ഷിണായനം ആരംഭിച്ച ശേഷമുള്ള ആദ്യത്തെ കറുത്തവാവായ കർക്കിടക വാവിലാണ് പിതൃക്കൾക്ക് പ്രാധാന്യം നൽകുന്ന തർപ്പണ ചടങ്ങുകൾ ചെയ്യുന്നത്. കർക്കിടക വാവ് ദിവസം പിതൃക്കൾ ഭൂമിയിലെത്തുകയും തങ്ങളുടെ വംശപരമ്പരയിലുള്ളവർ നൽകുന്ന ബലിതർപ്പണം സ്വീകരിച്ച് സംതൃപ്തരാവുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. അതിനാൽ ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുകയും അവരുടെ അനുഗ്രഹം കുടുംബത്തിന് ലഭിക്കുകയും ചെയ്യും. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മാത്രമല്ല, നമ്മെ വിട്ടുപോയ മറ്റ് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഗുരുക്കന്മാർ ഇവർക്കൊക്കെ വേണ്ടി ഈ ദിവസം തർപ്പണം ചെയ്യാം. ജീവിതത്തിൽ നമ്മൾ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ നമുക്കനുഭവപ്പെടുന്ന ഈ വംശഗുണമില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ, സന്താന തടസ്സം തുടങ്ങിയ പിതൃദോഷങ്ങൾ മാറുവാനാണ് കർക്കിടക വാവുബലി അർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായി കരുതപ്പെടുന്നത്. തലേന്ന് ഒരിക്കലെടുത്ത് ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ച് പൂർണ്ണ വ്രതശുദ്ധിയോടെ വേണം വാവുബലിയിടാൻ. ബലിതർപ്പണത്തിന് കറുത്ത എള്ള് ഉപയോഗിക്കുന്നതിന് പിന്നിൽ ശാസ്ത്രീയവും പുരാണപരവുമായ വലിയൊരു രഹസ്യമുണ്ട്. വിഷ്ണു ഭഗവാന്റെ സ്വേദത്തിൽ നിന്ന്, വിയർപ്പിൽ നിന്നാണ് എള്ള് ഉണ്ടായത് എന്നാണ് വിശ്വാസം. അതിനാൽ ഇത് അത്യന്തം പവിത്രമാണ്. ശാസ്ത്രീയമായി നോക്കിയാൽ എള്ളിന് നെഗറ്റീവ് ഊർജത്തെയും തരംഗങ്ങളെയും ആഗിരണം ചെയ്യാനുള്ള ശേഷിയുണ്ട്. പിതൃക്കൾക്ക് സൂക്ഷ്മ ശരീരമായതിനാൽ നമ്മുടെ മന്ത്രങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഊർജം അവർക്ക് എത്തിക്കാൻ എള്ളൊരു മീഡിയയായി പ്രവർത്തിക്കുന്നു. വാവുബലി വെറുമൊരു ആചാരമല്ല, തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട നമ്മുടെ DNA ജീനുകളോടുള്ള കൃതജ്ഞത കാണിക്കലാണ്. നമ്മുടെ ശരീരത്തിലുള്ളത് അച്ഛനമ്മമാരുടെയും അവരുടെ പൂർവികരുടെയും ജീനുകളാണ്. ആ അറിവോടെ നമ്മുടെ രക്തബന്ധത്തിലുള്ള അജ്ഞാതരായ പൂർവികർക്ക് വരെ നന്ദി പറയുന്ന ഒരു സയൻറ്റിഫിക് ഡേ ആയി ഇതിനെ കാണാം. കാക്കകൾ യമദേവൻ്റെ വാഹനമാണെന്നാണ് വിശ്വാസം. എന്നാൽ ഇതിന് പിന്നിൽ മറ്റൊരു സങ്കല്പമുണ്ട്. കാക്കകൾക്ക് ഭാവി അറിയാനുള്ള കഴിവുണ്ടെന്നും അവർ ഭൂമിക്കും സമാന്തര ലോകങ്ങൾക്കും ഇടയിലുള്ള ഒരു കണ്ണിയാണെന്നും വിശ്വാസം. കൂടാതെ നമ്മൾ നൽകുന്ന അരിയും എള്ളും കാക്ക കഴിക്കുമ്പോൾ അത് പ്രകൃതിയിലേക്കുള്ള ഒരു തിരികെ നൽകൽ കൂടിയാണ്. കർക്കിടക വാവുബലിക്ക് തലേന്ന് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക, അതായത് ഒരിക്കൽ ഇരിക്കുന്നത്, വെറും ഒരു പട്ടിണിയല്ല. തർപ്പണം ചെയ്യുന്ന ആളിൻ്റെ ശരീരത്തിലെയും മനസ്സിലെയും ഊർജം ശുദ്ധീകരിക്കാനാണ്. ഇത് ലളിതമായ ഭക്ഷണം കഴിച്ച് മനസ്സിനും ശരീരത്തിനും ശാന്തമാകുമ്പോൾ മാത്രമാണ് നമ്മൾ അർപ്പിക്കുന്ന മന്ത്രങ്ങൾക്ക് കൃത്യമായ തരംഗദൈർഘ്യം ഉണ്ടാകുന്നത്. ഈ ദക്ഷിണായന സമയത്ത് ഭൂമിയിലെ ജീവജാലങ്ങളിൽ രാസമാറ്റവും ഊർജ വ്യതിയാനങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ആയുർവേദ പ്രകാരം കർക്കിടക മാസം ശരീരത്തിന് പ്രതിരോധശേഷി കുറയുന്ന സമയമാണ്. വാവുബലിയും അതിനോട് ചേർന്ന് വ്രതവും ശരീരത്തെയും മനസ്സിനെയും റീസെറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ആചാര്യന്മാർ പറയുന്നത് പുല വാലായ്മയുള്ള കുടുംബത്തിലുള്ളവർക്ക് ഈ തർപ്പണം ചെയ്യാൻ സാധിക്കില്ല എന്നാണ്.